Hello, good morning students. Today we are going to discuss about random modules in Python. The last class already we discussed about the random modules. Okay, in Python. Last class we discussed about the random modules in Python, but today we are going to discuss some more programs about the random numbers. Okay, how can we generate a random numbers? How can a random number will be generated? Okay, all these things we can discuss now. Clear? So, നമ്മൾ ലാസ്റ്റ് നിർത്തിയത് random numbers ന്റെ മൂന്ന് functions. There are three functions we are using in random numbers. First one is random. One is random function and second one is rand int a comma b and third one is random dot uniform a comma b. Random dot uniform a comma b. Okay, these three functions we already discussed. These three functions: random, rand int a comma b and random dot uniform a comma b. These are the three functions we are using in random modules. Okay, നമുക്കറിയാം റാൻഡം മൊഡ്യൂൾ അല്ലെങ്കിൽ റാൻഡം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ യൂസ് നമുക്കറിയാം. വാട്ട് ഇസ് ദി യൂസ് ഓഫ് റാൻഡം ഫംഗ്ഷൻ? റാൻഡം നമ്പർ ടു ജനറേറ്റ് സം റാൻഡം നമ്പേഴ്സ്, അല്ലേ? റാൻഡം നമ്പേഴ്സ്, റാൻഡം മീൻസ് ഗെറ്റ് എ ചാൻസ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഇവിടെ റാൻഡ് ഇൻറ്റ് എ കോമ ബി, സപ്പോസ് എക്ക് ഞാൻ ഒരു 10 വാല്യൂ കൊടുക്കുന്നു, ബിക്ക് ഞാൻ 15 വാല്യൂ കൊടുക്കുന്നു. സോ റാൻഡ് ഇൻ 10,50 മീൻസ് 10നും 15നും ഇടയിലുള്ള ഒരു നമ്പർ. അത് എന്തും ആവാം, ഇൻക്ലൂഡിങ് 10 and 15. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നിങ്ങൾക്കറിയാം കണ്ടീഷൻ, ഞാനിത് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, വാട്ട്സ് എ കണ്ടീഷൻ ഓഫ് ദിസ് വൺ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അതായത് എയും ബിയും ഇൻക്ലൂഡഡ് ആണ്, 10ഉം അതേപോലെ 15 ഇൻക്ലൂഡഡ് ആണ്, അല്ലേ? അതാണ് റാൻഡ് ഇൻറ്റ് ഫംഗ്ഷൻ ഇവിടെ വരുന്നത്. റാൻഡ് ഇൻറ്റ് ഫംഗ്ഷൻ മീൻസ് ഇൻറ്റിജേഴ്സ് മാത്രമേ ഇവിടെ ഉണ്ടാവും, ഇൻറ്റിജേഴ്സ്, അല്ലേ? റാൻഡ് ഇൻറ്റിനകത്തിൽ ഇൻറ്റിജർ ആണ് 10ഉം 50യും. ഇപ്പോൾ എക്സാമ്പിൾ ആണ് റാൻഡ് ഇൻറ്റ് എ കോമ ബി. എ സപ്പോസ് എ ഇസ് 10 ആൻഡ് ബി ഇസ് 50. ദാറ്റ് മീൻസ് 10നും 15നും ഇടയിലുള്ള നമ്പേഴ്സ്, ഇടയിലുള്ള ഇൻറ്റിജേഴ്സ് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്? റാൻഡമായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നതാണ്. അത് റാൻഡമായിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. അത് റാൻഡ് ഇൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോണം, ഇത് എന്താണ്? ഇത് ഇൻറ്റിജേഴ്സ് മാത്രമായിരിക്കും ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. എന്നാൽ ദ ഫസ്റ്റ് വൺ റാൻഡം ഈസ് എ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.0 to 1.0 ഇൻ ബിറ്റ്വീൻ. അതായത് 0.0യ്ക്കും 1.0യ്ക്കും ബിറ്റ്വീൻ ആയിട്ടുള്ള നമ്പേഴ്സുകളെല്ലാം ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്. അതായത് പോയിന്റുള്ള എല്ലാ നമ്പേഴ്സും, ഇതിന് രണ്ടെണ്ണത്തിനും ഇടയിൽ ഉള്ള പോയിന്റുള്ള എല്ലാ നമ്പേഴ്സും എന്ത് ചെയ്യും? നമുക്ക് റാൻഡമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ റാൻഡമായിട്ട് കിട്ടുക, റാൻഡം ആക്സസ് ചെയ്യുന്ന എന്താണ്? 0.0യ്ക്കും 1.0യ്ക്കും ഇടയിലുള്ള നമ്പർ. ദാറ്റ് മീൻസ് ഇൻ ബിറ്റ്വീൻ 0.0 ആൻഡ് 1.0. വൺ മോർ തിങ്, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 0.0 അത് ഇൻക്ലൂഡഡ് ആണ്, എന്നാൽ 1.0 ഇൻക്ലൂഡഡ് അല്ല. അതായത് ഇതിന്റെ കണ്ടീഷൻ വരുന്നത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ലെസ് ദാൻ ബി. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ലെസ് ദാൻ ബി എന്നാണ്. അതായത് 0. The first one is included, but the second one, lower limit is included, but upper limit is not included. Upper limit included അല്ല. അതായത് 1 നമുക്ക് എഴുതാൻ പറ്റില്ല. 1ന് തൊട്ട് മുമ്പുള്ള ഏതാണോ വാല്യൂ, ആ വാല്യൂ വരെ എന്ത് ചെയ്യും? അവിടെ നമുക്ക് ആക്സസ് ചെയ്യാൻ, റാൻഡമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ബട്ട് 1 we cannot access randomly. ക്ലിയർ? സോ അതാണ് റാൻഡം എന്ന് പറയുന്ന ഫംഗ്ഷൻ. റാൻഡം ഫംഗ്ഷൻ ജനറേറ്റ് ദ റാൻഡം നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ 0.0 ആൻഡ് 1. 0.0 ആൻഡ് 1.0. But 0.0 is included, but 1 is not included. 0.0 അതിൽ included ആണ്, എന്നാൽ 1 included അല്ല. അതായത് 1 നമുക്ക് ഈ റാൻഡം ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് 1.0നെ we cannot access 1.0, but we can access 0.0 because it is included. Clear?
But the second one, rand int function, rand int a comma b means a is lower limit and b is upper limit. In this case, both limits are included. That means random 10,50. Okay, കുറച്ചുകൂടി ഞാൻ ചെറിയ നമ്പർ എഴുതാം. 10,15. For suppose 10,15. That means ഇതിനുള്ളിൽ നമുക്ക് റാൻഡം ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് 10 ആക്സസ് ചെയ്യാം, 11, then 12, 13, 14 and 15. ഇത്രയും നമ്പേഴ്സിനെ നമുക്ക് എന്താ റാൻഡം ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. റാൻഡ് ഇൻ എ കോമ ബി എന്ന് പറഞ്ഞാൽ 10-നും 15-നും മിഡിലായിട്ട്, 10-നും 15-നും മിഡിലായിട്ട് മീൻസ് ഇവിടെ കേസിൽ 10, 15 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ 10, 11, 12, 13, 14 and 15 ഈ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. റാൻഡം ആയിട്ട് നമുക്ക് കിട്ടും ഈ നമ്പേഴ്സ്. നെക്സ്റ്റ് ഈസ് random dot uniform a comma b. Random dot uniform a comma b. What is this random dot uniform a comma b? Here random function generate a random number. It is a floating point number. ഓർത്തോണം, റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴും എന്താണ്, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. പോയിന്റ് ഉള്ള നമ്പർ ആയിരിക്കും എപ്പോഴും ജനറേറ്റ് ചെയ്യുന്നത്. But second one generates only integer number, and the third one random dot uniform a comma b, we can give a upper limit and a lower limit. Here the limit എന്താണ്, ഇവിടെ നമുക്ക് ഫസ്റ്റ് വൺ നമുക്ക് ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല. ലിമിറ്റ് ഓൾറെഡി അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ദ ലിമിറ്റ് ദിസ് ഫംഗ്ഷൻ, ഈ റാൻഡം ഫംഗ്ഷൻ ദ ലിമിറ്റ് ഈസ് 0.0 to 1.0. ഓക്കെ, എന്നാൽ ഇവിടെ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് മീൻസ് എയ്ക്കും ബിക്കും നമുക്ക് വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. എയ്ക്കും ബിക്കും നമുക്ക് വാല്യൂ കൊടുക്കാം. എ ഈസ് ഈക്വൽ ടു സപ്പോസ് 10 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 15 ആണെങ്കിൽ 10.0, that is 10.0 to 15, 10.0 മുതൽ 15.0 in between, അതായത് 10 മുതൽ 15 വരെയുള്ള ഏത് നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. 10.0, 10.00001, 10.0002. ഓക്കെ, അങ്ങനെ എല്ലാ ഫ്ലോട്ടിംഗ് പോയിന്റ്സും ഇൻ ബിറ്റ്വീൻ ഉള്ള എല്ലാ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സും നമുക്ക് റാൻഡം ഡോട്ട് യൂണിഫോം എ കോമ ബിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ്. Clear? So these are the three functions are using in random modules to generate random numbers. Is it clear? Then ഇനി നമുക്കൊരു we can do a program. Okay, I will write a question and we can do that program. To generate a random floating point number 0.0 to 1.0. To generate, example problem on it, to generate a random floating point number between 0.0 to 1.0. Simply use a random. Yes, this is our question. Which one is the question? To generate a random floating point number between 0.0 to 1.0. Then എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തരുന്നത്, അതായത് ജനറേറ്റ് ചെയ്യുക. എന്ത് ജനറേറ്റ് ചെയ്യാൻ? ടു റാൻഡം ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ബിറ്റ്വീൻ 0.0 to 1.0. ഇതിനിടയിലുള്ള ഒരു റാൻഡം നമ്പർ ആക്സസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ജനറേറ്റ് ചെയ്യാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ? സി, നമുക്കറിയാം 0.0ക്കും 1.0ക്കും മിഡിലായിട്ട് വരുന്ന എലിമെന്റ്സിനെ, അതായത് വരുന്ന നമ്പേഴ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ we can use only a simply we can use a random function, right? We can simply use a random function. Clear? So നമുക്ക് റാൻഡം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് യു ഹാവ് ടു ഇമ്പോർട്ട് എ മൊഡ്യൂൾ റാൻഡം. First you have to import random module. First you have to import random. Then after that നമുക്ക് പ്രിന്റ് ചെയ്യണ്ടേ? എന്താ പ്രിന്റ് ചെയ്യേണ്ടത്?
0.0 to 1.0 in between ഉള്ള values that means in between ഉള്ള values നമുക്ക് print ചെയ്യണം. That means നമുക്ക് എന്ത് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി? റാൻഡം ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി അല്ലേ? Then print random dot random function, random dot random function, print random dot random function. That's all. അത്രേ ഉള്ളൂ. Okay. Before using a random function, you have to random function or rand in function or rand dot uniform function, random dot uniform function. Okay, before using random function, rand in function, then random dot uniform function. Okay, ഇത് മൂന്നെണ്ണം യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് യു ഹാവ് ടു ഇമ്പോർട്ട് എ മൊഡ്യൂൾ റാൻഡം. ഇമ്പോർട്ട് റാൻഡം എന്ന് പറയുന്ന മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമുക്കറിയാം 0.0യ്ക്കും 1.0യ്ക്കും മിഡിലായിട്ട് ഉള്ള എലിമെന്റ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം വിച്ച് ഫംഗ്ഷൻ വി വാണ്ട് ടു യൂസ്? റാൻഡം ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ മതി. പ്രിന്റ് മീൻസ് എന്താണ്? ഇറ്റ് വിൽ ഡിസ്പ്ലേ അല്ലേ? നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ട ആ ഫംഗ്ഷനാണ് പ്രിന്റ് ഫംഗ്ഷൻ. റാൻഡം എന്ന് പറയുന്ന മൊഡ്യൂളിലാണ്, അതുകൊണ്ടാണ് റാൻഡം ഡോട്ട് റാൻഡം ഫംഗ്ഷൻ. ദിസ് റാൻഡം ഫംഗ്ഷൻ റിസൈഡ്സ് ഇൻ ദ മൊഡ്യൂൾ റാൻഡം, സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് വേ റാൻഡം ഡോട്ട് റാൻഡം ഫംഗ്ഷൻ. ക്ലിയർ? സോ വി വിൽ സപ്പോസ് if you write this program in your then just run the program. നിങ്ങൾ ഈ പ്രോഗ്രാമിനെ റൺ ചെയ്യുക. ഒന്നെങ്കിൽ ഇന്ററാക്റ്റീവ് മോഡിൽ എഴുതുക അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് മോഡിൽ എഴുതുക. ദാറ്റ് മീൻസ് അങ്ങനെ എഴുതിയതിനു ശേഷം നിങ്ങൾ ഇതിനെ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയായിരിക്കാം? ചിലപ്പോൾ റിസൾട്ടിന്റെ വിൻഡോയിൽ ഇങ്ങനെ വരാം, റിസൾട്ട് 0.33012125 like that. And once again if you execute this program, then you will get 0.22111015. If again you execute, then another one value 0.9195 like this. Okay, like this way you will get the result because it is randomly. അതായത് സിസ്റ്റം ഓരോ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റാൻഡം നമ്പറിനെ ജനറേറ്റ് ചെയ്യുക. ബട്ട് ദ ജനറേറ്റ് ചെയ്യുന്ന നമ്പർ 0.0യ്ക്കും 1.0യ്ക്കും മിഡിലായിട്ടായിരിക്കും വരുന്നത്. സി, ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. ടു ജനറേറ്റ് എ റാൻഡം ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ബിറ്റ്വീൻ 0.0 ആൻഡ് 1.0. ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്താ? ഇമ്പോർട്ട് റാൻഡത്തെ എന്ത് ചെയ്യുക? റാൻഡം, ദാറ്റ് മീൻസ് വി നീഡ് എ റാൻഡം ഫംഗ്ഷൻ. സോ ഫസ്റ്റ് യു ഹാവ് ടു ഇമ്പോർട്ട് this random function, import a random module. After that only you can use the random function in your program. Then print, നമുക്ക് എന്താ print ചെയ്താൽ മതി റാൻഡം നമ്പറിനെ. print random dot random. At that time you will get the results. Okay, that means if you execute the first time, then you will get one result, and if you execute again, then you will get another result because it is a random numbers. Clear? So this is an example of a random number program. Then one output finding question. Okay, next one output finding question. We can do a one output finding question. See, the question is, what would be the output? What would be the output produced by the following code? What would be the output produced by the following code? Import math, import random, print math dot seal within the bracket random, then one more bracket, right? This is random, then seal, then one more bracket. Okay,
What's the question? What would be the output produced by the following code? What would be the output produced by the following code? See, the code is import math. That means one module, math module is imported in our program. Then the second one, import random. Random module is imported our program. And the third one, math.print math.seal. Seal function means it will be round the value. അതായത് റൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 0.7 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റൗണ്ട് ചെയ്യുന്നത് എന്തായിട്ട് 1 ആയിട്ട് 1.0, ദാറ്റ് മീൻസ് 1.0 ആയിട്ട്, അതായത് 0.7നെ റൗണ്ട് ചെയ്ത് 1.0 ആക്കും. ദെൻ അതേപോലെ 0.001 അതിനെ റൗണ്ട് ചെയ്ത് തൊട്ട് ഹയർ ആയിട്ടുള്ള ഇൻറ്റിജറിലേക്കായിരിക്കും, അതായത് ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂലേക്കായിരിക്കും ഇതിനെ റൗണ്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഇപ്പോൾ 0.001 ദാറ്റ് ഈസ് ആൾസോ റൗണ്ടഡ് ടു 1.0. ഇതെല്ലാം നമ്മൾ റൗണ്ട് ചെയ്യുന്നത് അതിന് തൊട്ട് അടുത്തുള്ള ഒരു ഇൻറ്റിജർ വാല്യൂ, ദാറ്റ് മീൻസ് ഇൻറ്റിജർ വാല്യൂ മീൻസ് തൊട്ടടുത്തുള്ള ഒരു ഹോൾ നമ്പർ, അതിലേക്കായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിനെ റൗണ്ട് ചെയ്യുന്നത്. സോ 0.7 എന്ന് വെച്ചാൽ 1.01 ആണ്, അത് 1ലേക്ക് റൗണ്ട് ചെയ്യും. 0.001 അതിനെ റൗണ്ട് ചെയ്യുന്നത് എന്തിലോട്ടായിരിക്കും, 1ലോട്ടായിരിക്കും. ദാറ്റ് മീൻസ് ഇതിനകത്തിലെ വാല്യൂസ് എല്ലാം തൊട്ടടുത്ത് നിൽക്കുന്ന ഇൻറ്റിജറിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, റൗണ്ട് ചെയ്യുന്നത്. സോ പ്രിന്റ് മാത്ത് ഡോട്ട് സീൽ റാൻഡം. സി ഫസ്റ്റ് ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. പ്രിന്റ് മാത്ത് ഡോട്ട് സീൽ. മാത്ത് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ, വൺ മൊഡ്യൂൾ മാത്ത് ഈസ് ഇമ്പോർട്ടഡ് ഇൻ അവർ പ്രോഗ്രാം ബിക്കോസ് സീൽ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ്. ദിസ് സീൽ ഫംഗ്ഷൻ ദാറ്റ് മീൻസ് സീൽ മെത്തേഡ് അല്ലേ, ഈ സീൽ ഫംഗ്ഷൻ എന്ത് ചെയ്തു, യൂസ് ചെയ്തിട്ടുണ്ട് എന്തില്, നമ്മുടെ പ്രോഗ്രാമിൽ. സീൽ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സീൽ എന്ന് പറയുന്ന ഒരു ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ ആണ്. ഈ ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ ഏത് മൊഡ്യൂളിനകത്തുള്ളതാണ്, മാത്ത് മൊഡ്യൂളിനകത്തുള്ളതാണ്. സോ എന്ത് ചെയ്യുന്നു, സീൽ, ഇഫ് യു യൂസ് സീൽ ഫംഗ്ഷൻ ഇൻ യുവർ പ്രോഗ്രാം യു ഹാവ് ടു ഇമ്പോർട്ട് എ മൊഡ്യൂൾ മാത്ത്. ഓക്കെ, ഇമ്പോർട്ട് മാത്ത് മൊഡ്യൂൾ. ദെൻ ഇഫ് യു യൂസ് എ റാൻഡം ഫംഗ്ഷൻ in your program you have to import a module random മൊഡ്യൂളിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രിന്റ് മാത്ത് ഡോട്ട് സീൽ റാൻഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റില് എന്ത് വർക്ക് ചെയ്യും, ഫസ്റ്റില് ഇന്നർ പാത്ത്, ദാറ്റ് മീൻസ് സീൽ ഫംഗ്ഷന്റെ അകത്തുള്ള ആർഗ്യുമെന്റ്. വാട്ട് ഈസ് ആർഗ്യുമെന്റ് ഓഫ് സീൽ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് അനദർ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് റാൻഡം ഫംഗ്ഷൻ. അത് റാൻഡം ഫംഗ്ഷൻ ആണ്. സോ ഈ ഫംഗ്ഷൻ ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. ഈ ഫംഗ്ഷന്റെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, 0.0 മുതൽ 1.0 വരെ ആയിരിക്കും ഇതിന് ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ. 0.0 മുതൽ 1.0, ഇൻ ബിറ്റ്വീൻ 0.0 ആൻഡ് 1.0 ഇതായിരിക്കും വാല്യൂ എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇതിനിടയിൽ ഏത് വാല്യൂ വേണമെങ്കിലും, അപ്പം 0.33 അല്ലെങ്കിൽ 0.15, ഓക്കെ, ഏത് വാല്യൂ വേണമെങ്കിലും വരാം. എന്നാൽ കിട്ടുന്ന വാല്യൂ അത് ഏത് വാല്യൂ ആയിക്കോട്ടെ, അതിനെ സീൽ ഫംഗ്ഷൻ എന്ത് ചെയ്യും, റൗണ്ട് ചെയ്യും. സീൽ ഫംഗ്ഷൻ റൗണ്ട് ചെയ്യും, തൊട്ട് ഹയർ ആയിട്ടുള്ള വാല്യൂയിലേക്കൊക്കെ ആയിരിക്കും റൗണ്ട് ചെയ്യുന്നത്. സോ ഈ 0.33 ആണെങ്കിലും 0.15 ആണെങ്കിലും 25 ആണെങ്കിലും ഏതും ആയിക്കോട്ടെ, അത് റൗണ്ട് ചെയ്യുമ്പോൾ എന്തിലേക്കായിരിക്കും വരുന്നത്, 1.0 റൗണ്ട് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത്. എങ്ങോട്ടായിരിക്കും, 1.0 റൗണ്ട് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് അല്ലേ. അപ്പം നോക്കിയേ, അപ്പം ഇതിന്റെ ആൻസർ സീൽ ആദ്യമേ റാൻഡം എന്ന് പറയുന്നത് ദിസ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഫംഗ്ഷൻ വിൽ ബി എക്സിക്യൂട്ട്, റാൻഡം ഫംഗ്ഷൻ വിൽ ബി എക്സിക്യൂട്ടഡ് അറ്റ് ദാറ്റ് ടൈം we will get a value, random ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു വാല്യൂ കിട്ടും, that is in between 0.0 and 1. then seal function is round that value, അതായത് തൊട്ട് അടുത്ത, അതായത് ഗ്രേറ്റസ്റ്റ് വാല്യൂയിലോട്ടായിരിക്കും റൗണ്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് 1.0 അത് എന്ത് ചെയ്യും, റൗണ്ട് ചെയ്യും അല്ലേ. ഇനി നിങ്ങൾക്ക് അറിയാമല്ലോ, മാത്ത് ഡോട്ട് എഴുതിയിരിക്കണം, മാത്ത് ഡോട്ട് എഴുതണം. കാരണം എന്താണ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണിത്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണിത് സീൽ. മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിനകത്തിലാണ് ഈ സീല് കിടക്കുന്നത്. സോ എന്താ, സീൽ ഫംഗ്ഷൻ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, റൗണ്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. പ്രിന്റ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു പ്രിന്റ് ദ റിസൾട്ട് അല്ലേ, ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനാണ് പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ വി വിൽ ഗെറ്റ് ദ റിസൾട്ട് 1.0. സോ ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് 1.0. ഔട്ട്പുട്ട് ഓഫ് ദിസ് പ്രോഗ്രാം ദാറ്റ് ഈസ് 1.0. that is the output of this program. Okay. then next, next question,
ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടാകും ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുന്നേ ഉള്ളൂ. See, consider the following code. Consider the following code. Import random. Import random. Print within the bracket int 20 plus random dot random it's a function into 5 comma end is equal to bracket close, then print same thing int 20 plus random dot random 5 into end is equal to single quotes, print int 20 plus random dot random into 5 comma end is equal to the next, print int 20 plus random dot random into 5. That's all. Okay, consider the following code. Then find the suggested output options to 1 to 4. Okay, I will write the options. Okay, output options I will write. You can suggest the outputs. ഏതൊക്കെ ഔട്ട്പുട്ട്സ് ഇവിടെ വരുമെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് ഔട്ട്പുട്ട് 20, 22, 24, 25. 20, 22, 24, 20, 22, 24, 25. Second one 22, 23, 24, 25. 22, 23, 24, 25. Third one 23, 24, 23, 24. 23, 24, 23, 24. And fourth one 21, 21, 21, 21. 21, 21, 21, 21. 21. So these are the outputs. Okay, after executing this program, പോസിബിൾ ഔട്ട്പുട്ട്സ് ഈ ഇതിനകത്തിൽ 4 ഔട്ട്പുട്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ പോസിബിൾ ഔട്ട്പുട്ട്സ് ഈ ഒരു പ്രോഗ്രാമിന് വരാം എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഈ ഒരു പ്രോഗ്രാമിന് ഇതിനകത്തുള്ള പോസിബിൾ ഔട്ട്പുട്ട്സ് ഏതൊക്കെ വരാമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിതൊന്ന് നോക്കാം. കൺസിഡർ ഫോളോയിങ് റാൻഡം. ഇമ്പോർട്ട് റാൻഡം മീൻസ് റാൻഡം ഫങ്ഷൻസ് ആർ യൂസ്ഡ് ഇൻ അവർ പ്രോഗ്രാം. ദാറ്റ്സ് വൈ വി ഇമ്പോർട്ട് റാൻഡം എന്ന് പറയുന്ന മൊഡ്യൂളിൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പ്രിന്റ് ഇൻറ്റ് മീൻസ് എന്താണ്? ഇൻറ്റ് ഈസ് എ ഫംഗ്ഷൻ. ഇതൊരു ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് കൺവേർട്ടഡ്, എ വാല്യൂ ഈസ് കൺവേർട്ടഡ് ടു ഇൻറ്റിജർ ടൈപ്പ്. ഏതെങ്കിലും ഒരു വാല്യൂവിനെ ഇൻറ്റിജർ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് ഇൻറ്റ് ഫംഗ്ഷൻ അല്ലേ. ഇൻ ഫംഗ്ഷൻ്റെ യൂസ് എന്താണ്? ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു, എ വാല്യൂ ഈസ് കൺവേർട്ടഡ് ടു ഇറ്റ്സ് ഇൻറ്റിജർ ടൈപ്പ്. ഇൻറ്റിജർ ടൈപ്പിലേക്ക് ഒരു വാല്യൂവിനെ കൺവേർട്ട് ചെയ്യുന്നു. അതവിടെ നിൽക്കട്ടെ. ദെൻ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്? 20+. ഒരു വാല്യൂ ആണ്, ഒരു നമ്പറാണ് 20+. വാട്ട് ഈസ് ദിസ് വൺ? റാൻഡം ഡോട്ട് റാൻഡം അല്ലേ. ഇതെന്തോ നോക്കിയേ, ശ്രദ്ധിച്ചേ. ഇത്രയും പോർഷൻസ് മാത്രം നോക്കിയാൽ നിങ്ങൾ ഇത്രയും പോർഷൻ മാത്രം എടുത്തേ. ഇത്രയും പോർഷൻ മാത്രം എടുക്കുമ്പോൾ റാൻഡം ഡോട്ട് റാൻഡം, അതായത് റാൻഡം എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നു അല്ലേ.
റാൻഡം ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്ത് വാല്യൂസ് ഏതൊക്കെ വാല്യൂസാണ് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ റേഞ്ചിനിടയിലുള്ള വാല്യൂസാണ് ജനറേറ്റ് ചെയ്യുന്നത്? 0.0 to 1.0 ഇൻ ബിറ്റ്വീൻ. 1 വരുമോ? വരില്ല അല്ലേ? 1 വരുമോ? വരത്തില്ലല്ലോ. 0.0യ്ക്കും 1.0യ്ക്കും മിഡിലുള്ളൊരു വാല്യൂ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടാവുമല്ലോ. ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ 1 തന്നെ അങ്ങ് എടുത്തോ. സപ്പോസ് 1 തന്നെ വരുമോ എന്നങ്ങ് എടുത്തോ. 1 വരുമോ? യഥാർത്ഥത്തിൽ 1 വരില്ല. നമ്മളിപ്പം ജസ്റ്റ് ഈ പ്രോബ്ലം കുറച്ചുകൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് 1 തന്നെ അങ്ങ് എടുത്തോളുക. കാരണം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം 0.0യ്ക്കും 1നും ഇടയിലാണ്. ഇപ്പം ഞാൻ എടുക്കുന്നത് 1 തന്നെ വരുന്നു. അങ്ങനെയാണെങ്കിൽ 1 ആണ് വരുന്നതെങ്കിൽ 1 into 5 എത്രയാണ്? 1 into 5 = 5 അല്ലേ? 1 into 5 = 5. ദെൻ നമുക്ക് എത്ര കിട്ടും? ഇതിൻ്റെ റിസൾട്ട്, അതായത് ഇതിന് കിട്ടുന്ന മാക്സിമം വാല്യൂ, എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് 5 വരുമോ? യഥാർത്ഥത്തിൽ 5 വരില്ല. ബട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുവാണ്, ഇതിന് കിട്ടുന്ന മാക്സിമം വാല്യൂ 5 ആണെന്ന് വെച്ചു കഴിഞ്ഞു. ആ 5 എത്ര കൊണ്ട് ആഡ് ചെയ്യും? 20 കൊണ്ട് ആഡ് ചെയ്യും. 20 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എത്ര ആവും? 25 അല്ലേ? അതായത് റാൻഡം എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.0 മുതൽ 1.0 വരെ. 1.0 ഒരിക്കലും വരില്ല, അതായത് 1ന് തൊട്ട് മുമ്പ് വരെ വരാം. സോ ബട്ട് നമ്മളിപ്പോൾ ഈ പ്രോബ്ലത്തിന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 തന്നെ എടുത്തു. 1 എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മാക്സിമം വാല്യൂ 1 into 5 എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ദെൻ ആ 5 + 20 എത്ര? 25 അല്ലേ? ദെൻ 25. ആക്ച്വലി 25 വരുമോ നമ്മുടെ റിസൾട്ടിലേക്ക്? വരില്ല. ബിക്കോസ് എന്താണ്? 1 എന്ന് പറയുന്ന ഈ ഒരു ഡിജിറ്റിലേക്ക് എത്തില്ല, 1ലേക്ക് എത്തില്ല. 1ന് തൊട്ട് മുമ്പ് 0.9999 ഒക്കെ വരാം, പക്ഷെ 1ലേക്ക് എത്തില്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം 25 എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമ്മുടെ ഇതിനകത്തിൽ വരില്ല. 25ൽ താഴെ നിൽക്കത്തേ ഉള്ളൂ. ആ റിസൾട്ടിനകത്തിൽ ഏത് വാല്യൂ? 25ൽ താഴെ നിൽക്കത്തേ ഉള്ളൂ. അതായത് 25നേക്കാട്ടിൽ ലോവർ വാല്യൂ ആകും. എന്നാൽ റിസൾട്ടിൽ ദ ലോവർ വാല്യൂ ഈസ് എന്താണ്? ലോവർ വാല്യൂ 0.0 ആണ്. ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ്. അത് ഇൻക്ലൂഡഡ് ആണ്, ബട്ട് 1.0 എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ ശരിക്കും നമുക്ക് ലോവസ്റ്റ് വാല്യൂ എന്ത് വരാം? 0 വരാം. ഹയസ്റ്റ് വാല്യൂ 1 വരില്ല, 1ന് തൊട്ട് മുമ്പുള്ള എന്ത് വേണം വരാം. അപ്പോൾ ലോവസ്റ്റ് വാല്യൂ 0 വരാമല്ലോ. സപ്പോസ് 0 ആണെന്ന് വെച്ചോ. ലോവസ്റ്റ് വാല്യൂ 0 ആണെങ്കിൽ 0 into 5 0 അല്ലേ? ലോവസ്റ്റ് വാല്യൂ 0 എന്തായാലും വരാം. അപ്പോൾ 0 into 5 0 ആണല്ലോ. 0 + 20 എത്രയാണ്? 20 വരും. അതായത് ലോവസ്റ്റ് വാല്യൂ 20 വരും, ഹയസ്റ്റ് വാല്യൂ 25നേക്കാട്ടി കുറവ്, 25നേക്കാട്ടി താഴെ അല്ലേ? 25നേക്കാട്ടിൽ താഴെ ഹയസ്റ്റ് വാല്യൂ 20യോ 20ക്കോ മേളുള്ളൂ. 20 ഇൻക്ലൂഡ് ആണ്. 20 ഓർ ഗ്രേറ്റർ ദാൻ 20, ബട്ട് ഇറ്റ് ഈസ് ലെസ് ദാൻ 25. ഓക്കെ, ആ റേഞ്ചിലുള്ള വാല്യൂ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിനകത്തിൽ വരുന്നത് അല്ലേ? അത് മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോടെ. ബാക്കി എല്ലാം ഇത് തന്നെയല്ലേ? ദ സെക്കൻഡ് വൺ ഈസ് ആൾസോ ദ സെയിം തിങ്. എന്താ? 20 + റാൻഡം ഫംഗ്ഷൻ into 5. അവിടെയും റേഞ്ച് വരുന്നതാണ് 20 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് 20 വരാം, ബട്ട് ഇത് എന്താണ്? 25 വരുമോ? വരില്ല. 25നേക്കാട്ടി താഴെ നിൽക്കും. 20 ആണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20, ബട്ട് ഇറ്റ് ഈസ് ലെസ് ദാൻ 25 അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ആണ്, ബട്ട് ഇറ്റ് ഈസ് ലെസ് ദാൻ 25. സോ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ ഇതെല്ലാം അങ്ങനെയാണ്. 20നേക്കാട്ടിൽ 20 ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20, ബട്ട് ഇറ്റ് ഈസ് ലെസ് ദാൻ 25. അങ്ങനെയുള്ള 4 റിസൾട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതിയല്ലോ. ഫസ്റ്റ് വൺ ശ്രദ്ധിച്ചേ, 20 വരാം, 22 ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 22 വരാം, തേർഡ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 24 വരാം, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 25 ആണ് വരുന്നത്. ബട്ട് 25 നമുക്ക് വരാൻ പാടില്ല, ബിക്കോസ് 25നേക്കാട്ടി തൊട്ട് താഴെ നിൽക്കണം അല്ലേ? സോ ദ ഫസ്റ്റ് വൺ ഈസ് റോങ്. സെക്കൻഡ് വൺ 22 അത് വരാം, 23 വരാം, 24 വരാം. അതായത് തേർഡ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 24 ഉണ്ടാവാം. 25 ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 25 വരുന്നു. ഇറ്റ് ഈസ് റോങ്. വരാൻ പറ്റുമോ? ഇല്ല. നെക്സ്റ്റ് 23 ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 23 വരാം. ആ 20ക്കും 25നും ഇടയിൽ, അതായത് 20 ഇൻക്ലൂഡഡ് ആണ്, 25നേക്കാട്ടി തൊട്ട് താഴെ നിൽക്കുന്ന വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? വരാൻ പറ്റും. അത് എല്ലാ സ്റ്റേറ്റ്മെന്റിനും, ഫസ്റ്റിനും സെക്കൻഡിനും തേർഡിനും ഫോർത്തിനും ഒരേ ക്രൈറ്റീരിയ ആണ്. സോ 23 വരാം, 24 23 വരാം, 24 വരാം. സോ ദ തേർഡ് ഔട്ട്പുട്ട് ഈസ് കറക്റ്റ്. നെക്സ്റ്റ് 21 ഫസ്റ്റ് വൺ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 21 ദർ ഇസ് എ ചാൻസ്. സെക്കൻഡ് വൺ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 21 ഇറ്റ്സ് എ ചാൻസ്. തേർഡ് വൺ അതിനും ചാൻസ് ഉണ്ട്. ഫോർത്ത് വൺ ഈസ് അതിനും എന്തുണ്ട്? ചാൻസ് ഉണ്ട്. സോ ദ ഔട്ട്കം എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണം, ഈ റാൻഡം നമ്പറിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെയാണ്? ഇതിനും ഇതിനും. ദാറ്റ് മീൻസ്
23 and 24 നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. എന്നാൽ 20യും അതേപോലെ എന്താ 20യും അതേ ദ ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ അത് രണ്ടെണ്ണത്തിലും 25 വന്നിട്ടുണ്ട്. മാക്സിമം വാല്യൂ ഒരിക്കലും എന്ത് വരത്തില്ല 25ലേക്ക് എത്തില്ല. സോ നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ, ഇതിന് രണ്ടെണ്ണത്തിനും റിസൾട്ട് തെറ്റാണ്. ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ ഈസ് റോങ് ആൻഡ് ദ തേർഡ് ആൻഡ് ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് ദ തേർഡ് റിസൾട്ട് ആൻഡ് ഫോർത്ത് റിസൾട്ട്. ക്ലിയർ? ദെൻ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തില്ല. 20+, സപ്പോസ് 20+, ഞാനിപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ 0.0ക്കും 1.0ക്കും ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു വാല്യൂ ഞാൻ എടുക്കുന്നു. ദാറ്റ് ഈസ് 0.5. 0.5 ഈസ് ഇൻ ബിറ്റ്വീൻ 0.0 ആൻഡ് 1.0, റൈറ്റ്? Then 0.5 into 5, 0.5 into 5, that means അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ദെൻ ആ വാല്യൂ എന്തുമായിട്ട് ആഡ് ചെയ്യും? 20യുമായിട്ട് ആഡ് ചെയ്യും. സപ്പോസ് ഇവിടെ 0.5 into 5, that is 2.5. 2.5 plus 20, that is 22.5. 22.5നെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ദാറ്റ് മീൻസ് ഇത്രയും റിസൾട്ട് എന്താണോ അതിനെ എന്തിലേക്ക് മാറ്റും? ഇൻറ്റിജർ പാർട്ടിലേക്ക് മാറ്റും. ദാറ്റ് മീൻസ് ദ ഹോൾ നമ്പർ പാർട്ട് മാത്രമേ എടുക്കൂ, ഫ്രാക്ഷണൽ പാർട്ട് എടുക്കില്ല. ഓക്കെ, അതിനാണ് എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? ഇൻറ്റ് ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോന്നിലും എന്താണ്? ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നു. സോ 22.5 ആണെങ്കിൽ 22 മാത്രമേ അവിടെ എന്ത് ചെയ്തുള്ളൂ? എടുക്കത്തുള്ളൂ. ക്ലിയർ? ഫ്രാക്ഷണൽ പാർട്ടായ 0.5 എടുക്കില്ല. എന്ത്? ഇൻ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ദാറ്റ് വൺ. So the result, the first and second, we will not get the first and second, but there is a chance to get the 3 and 4th option. Clear? So this is another example of a random number. Okay. Now നമുക്ക് എന്ത് ചെയ്യാം? Today's class wind up ചെയ്യാം. Okay, now we are going to wind up the session. Then in the next video I will upload some other examples of random numbers. Clear? Okay, thank you.